മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷയുടെ 8ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇന്നലെ നമ്മൾ ജപമാല രാജ്ഞിയുടെ തിരുനാളായിട്ടാണ് ആഘോഷിച്ചത്. ജപമാല ചൊല്ലി മടുപ്പ് കൂടാതെ, മുടക്കം വരുത്താതെ അനുദിനം പരസ്യമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ ഇന്നലെ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ നിയോഗങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ദിവസം പ്രത്യേകം സമർപ്പിക്കുകയാണ്. അവർക്കൊക്കെ ഒരു ആശ്രയമുണ്ടാകണം, അവർക്കൊക്കെ ഒരു അഭയം ലഭിക്കണം, അവർക്കെല്ലാം അവരുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരം ലഭിക്കണം. കാരണം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയൊരു വാഗ്ദാനമാണ്: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. അന്വേഷിക്കുന്ന ഏതൊരുവനും കണ്ടെത്തുന്നുണ്ട്, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നുണ്ട്, ചോദിക്കുന്നവന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാഗമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ച ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കണം. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്ന്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ, ബോധ്യത്തിൻ്റെ തലങ്ങളിൽ വളർച്ച നമുക്കുണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരപ്രകാരം. യാത്രയിലായിരിക്കുന്നവർ അവരെ കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ രോഗാവസ്ഥകളിൽ തമ്പുരാൻ്റെ വലിയ കരുണയുണ്ടാകാൻ പ്രാർത്ഥിക്കാം. രോഗികളെ ശുശ്രൂഷിക്കുന്നവർ തങ്ങളുടെ ഭവനത്തിലുള്ള രോഗികളുടെ അടുത്ത് ചെന്നിരുന്ന് അവരോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആശ്രയിക്കാൻ ഒരമ്മ, ഉറപ്പുള്ള ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, അമ്മ മാതാവിൻ്റെ നമുക്കെല്ലാം നൽകുന്നവൾ, മക്കളുടെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അപ്പോൾ നമുക്കായിട്ട് ഒരുക്കിത്തരുന്ന പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ഈ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം അമ്മ വഴി ഈശോയിലേക്ക് കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് അമ്മ വഴി തന്നെ ഇത് ഏറ്റവും മനോഹരമായി നമുക്കായിട്ട് ഈ അമ്മ ഒരുക്കിത്തരും. കണ്ണുകളടച്ച് ഈശോയുടെ സന്നിധിയിൽ വിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം, ദൈവവചനം ശ്രവിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലും ചിന്തകളിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കാം. എല്ലാവരും സന്തോഷമായിട്ട് നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലും ജോലികളിലായിരിക്കുമ്പോഴും ഈ ഓൺലൈൻ മാധ്യമ ശുശ്രൂഷകളിലൂടെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ജപമാല ഭക്തിയെക്കുറിച്ച് എല്ലാം നമുക്ക് കൂടുതലായിട്ട് അറിയാം. സംഖ്യയുടെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള 15 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 1-ാമത്തെ വാക്യം മുതൽ കാണുന്നതാണ് ലേവ്യരുടെ പട്ടണങ്ങൾ. ഒരു വചനഭാഗം നമ്മൾ കാണുന്നുണ്ട്. ജോർദാൻ അരികെ ജെറീക്കോയുടെ എതിർവശത്ത് മൊവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് ആജ്ഞാപിക്കുക. പട്ടണങ്ങൾക്ക് ചുറ്റും മേച്ചിൽ സ്ഥലങ്ങളും നിങ്ങൾ അവർക്ക് നൽകണം. പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനും മേച്ചിൽ സ്ഥലങ്ങൾ അവരുടെ ആടുമാടുകൾക്കും മറ്റു മൃഗങ്ങൾക്കും മേയാനും ആകുന്നു. എന്നിട്ട് വിവിധ പട്ടണങ്ങൾ ഒരുക്കുക. നിങ്ങൾ ലേവ്യർക്ക് പട്ടണം നൽകുമ്പോൾ അവയിൽ 6 എണ്ണം കൊലപാതകൾക്ക് ഓടിയൊളിക്കാനുള്ള സംഖ്യ. ഇവയ്ക്ക് പുറമെ 44 പട്ടണങ്ങൾ കൂടി കൂടെ, അങ്ങനെ ആകെ 48 പട്ടണങ്ങൾ അവയുടെ മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലേവ്യർക്ക് നൽകണം. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഇസ്രായേൽ ഗോത്രങ്ങളുടെ അവകാശമായ പട്ടണങ്ങളാണ് അവർ കൊടുക്കേണ്ടത്. ഓരോ ഗോത്രവും തങ്ങൾക്ക് ലഭിച്ച ഓഹരി അനുസരിച്ച് കൂടുതൽ ലഭിച്ചവർ കൂടുതലും, കുറച്ച് ലഭിച്ചവർ കുറച്ചും പട്ടണങ്ങൾ. ഇപ്പം ലേവ്യർക്ക് ദേശത്തുള്ള അവകാശം പട്ടണങ്ങൾ കർത്താവ് നിശ്ചയിച്ചു കൊടുക്കുക. അപ്പം അതിൽ പറയുന്ന ഒരു വാക്കുണ്ട്. അത് ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ജപമാല ഭക്തിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, സഭയുടെ സംരക്ഷണം, സഭയാകുന്ന അമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി, നമ്മൾ പറയുന്നില്ലേ, ബലിപീഠത്തിൽ കൂട് ചമയ്ക്കുന്ന പ്രാക്കളെ കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. അപ്പോൾ എന്താണ്? ആ പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണയുമ്പോൾ കർത്താവ് തൻ്റെ തിരുരക്തത്താൽ, തിരുനിണത്താൽ നേടിയ സഭയെ നീ കൈവെടിയരുത്. നിൻ്റെ മക്കളെയെല്ലാം, നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷ വേളയിലൊക്കെ പ്രത്യേകം പാടുന്ന ഒരു പാട്ടാണിത്. ആബേലച്ചൻ രചിച്ച ഈ പാട്ടിൻ്റെ വരികളിലുണ്ട്, ബലിപീഠത്തിൽ കൂട് ചമയ്ക്കുന്ന പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണയുന്നു. അപ്പോൾ തിരുസഭ നൽകെ, പ്രാവിൻ്റെ തിരുസഭ നൽകെ ഈ പ്രാവ് കണക്കെ തിരുസഭ നിൽക്കുകയാണ്. എന്താ? കർത്താവിൻ്റെ തിരുനണത്താൽ നേടിയെടുത്ത ഈ മക്കളെ കൈവിട്ടു പോകാതിരിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് ഈ ബലിപീഠത്തെങ്കിലേക്ക് ചേർത്ത് വെക്കണം. ഒരു അഭയ നഗരം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, അഭയനഗരം, ദൈവനഗരം എന്ന്. കർത്താവിൻ്റെ ഈ ബൈബിളിൽ നിയമാവർത്തന പുസ്തകത്തിൽ 19-ാം അധ്യായം 1 മുതൽ 13 വരെയും നമ്മൾ ഈ ഭാഗം കാണുന്നുണ്ട്. നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായം 1 മുതൽ ഈ അഭയ നഗരത്തെക്കുറിച്ച് വീണ്ടും കാണുന്നുണ്ട്. സങ്കേത നഗരങ്ങൾ, അതിനകത്ത് പറയാണ് അഭയ നഗരങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിച്ച് അവരുടെ സ്ഥലം നിനക്ക് തരികയും നീ അത് കൈവശമാക്കി അവരുടെ പട്ടണങ്ങളിലും ഭവനങ്ങളിലും വാസമുറങ്ങുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നിനക്കായി അവകാശം തരുന്ന 3 പട്ടണങ്ങൾ വേർതിരിക്കണം. ആ ദേശത്തെ 3ആയി വിഭജിക്കുകയും നീ അവിടെ അഭയം തേടി ജീവൻ രക്ഷിക്കുന്ന സാഹചര്യത്തിനായി അവർക്ക് വേണ്ടി അഭയ നഗരങ്ങൾ നിർമ്മിക്കണം. അപ്പം അങ്ങനെ ഒരു ഭാഗം പറയുന്നത് ജോഷുവയുടെ പുസ്തകത്തിൽ 20-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനഭാഗങ്ങളിലും വീണ്ടും ഈ അഭയ നഗരങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്താണ്? നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ, കാനാൻ ദേശത്ത് ചെന്ന് കഴിയുമ്പോൾ അവർക്കായിട്ട് 20-ാമത്തെ അധ്യായത്തിൽ പറയണം, നീ അവർക്കായിട്ട് അഭയ നഗരങ്ങൾ ഒരുക്കണം. വിശുദ്ധര് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പറയണ, ഈ മോശയോട് കൽപ്പിച്ചതുപോലെ സങ്കേത നഗരങ്ങൾ നിർമ്മിക്കുവിൻ. ആരെങ്കിലും, അതായത് അപ്പോൾ അവന് വസിക്കാൻ പട്ടണത്തിലൊരു സ്ഥലം നൽകണം. അവൻ അവരോടുകൂടെ ഏതെങ്കിലും രീതിയിൽ കൊലപാതകം, എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഒക്കെ ആയിരിക്കാം, ഒരുപക്ഷെ പാപത്തിൽ വീണു. പക്ഷെ അവർ ഇസ്രായേൽ മക്കളിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുപോയി, അല്ലെങ്കിൽ അവർ നിരപരാധികളാണോ, അവർ തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടണം. ഇന്ന് ഈ ശുശ്രൂഷ നമ്മൾ നടത്തുമ്പോൾ, 8-ാമത്തെ ദിവസം നടത്തുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ ആശ്രയം തേടി അലയുന്നുണ്ട്. എങ്ങും ദൈവസന്നിധിയിൽ അല്ല, മനുഷ്യൻ്റെ സന്നിധി നീതി കിട്ടാതെ വേദനിക്കുന്നവർ, തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകൾ. നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല ഭക്തിയിൽ വളരുമ്പോൾ കുടുംബങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവർ, അത് ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, അയൽവാസികളാകാം.
ദേവാലയത്തിൽ നിന്ന്, സഭാത്മക ശുശ്രൂഷയിൽ നിന്ന് ഒരുപക്ഷെ വർഷങ്ങളായിട്ട് ദൈവശുശ്രൂഷയിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നവർ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇന്നൊരു അഭയമില്ലാതെ, ഒരു ശുശ്രൂഷ ചെയ്യാൻ സ്ഥലമില്ലാതെ, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മ അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു ആശ്രയമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു ജപമാല ചൊല്ലി തുടങ്ങുമ്പോൾ ഈ അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മ മാതാവായി മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞ പോലെ, അതല്ലേ പരിശുദ്ധ പിതാവ് ജോൺ പോൾ പാപ്പ തൻ്റെ മാതാപിതാക്കളെല്ലാം മരിച്ച് വിശുദ്ധ ലോണി മോൺഫോർട്ടിൻ്റെ ഈ പുസ്തകമെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ പറയുന്നുണ്ട്, മറിയം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മേ, ടോട്ടലി യുവേഴ്സ്, തോത്തൂസ് തൂവൂസ്, ഞാൻ പൂർണ്ണമായിട്ടും നിൻ്റേതാ. കാരണം എന്താ, ഇനി എനിക്ക് അപ്പനില്ല, ഈ ഭൂമിയിൽ അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ പൂർണ്ണമായിട്ടും അമ്മയുടേതാ. മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാ. മറിയത്തോട് നമുക്ക് പറയാൻ പറ്റുന്ന, ആശ്രയിക്കാൻ പറ്റുന്നൊരു വലിയൊരു അതാണ്, നീ എൻ്റെ അഭയം, നീ എൻ്റെ ആശ്രയമാണിത്. അതല്ലേ ഈ പ്രാർത്ഥന സൂര്യദൈവം പോലെ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന്. കാരണം ഈ പരിശുദ്ധ അമ്മ നമുക്ക് ഒരുപാട് സംരക്ഷണം നൽകുന്നൊരു അമ്മയാണ്. ഈ സങ്കേത നഗരം പോലെ യോശുവയുടെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും നമ്മൾ വായിച്ച സംഖ്യയുടെ പുസ്തകത്തിലൊക്കെ കാണുന്ന പോലെ ഒരു അഭയ നഗരം. അതായത് അവിടെ ഒരിക്കൽ അവൻ സമൂഹ സമക്ഷം വിധിക്കപ്പെടുന്നവരെയോ അവൻ ആ പട്ടണത്തിൽ താമസിക്കണം. അതിനുശേഷം അവൻ സ്വന്തം പട്ടണത്തിലേക്കും സ്വന്തം ഭവനത്തിലേക്കും തിരിച്ചു പോകട്ടെ. അതായത് അവനൊരു ഉറപ്പുള്ള ഒരു താൽക്കാലിക വസ്തു എന്ന് പറഞ്ഞാൽ അവൻ ആത്മീയ ശക്തി പ്രാപിക്കുന്നത് വരെ. വിശുദ്ധ മോൺഫോർട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്, വിശുദ്ധൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, വാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മാതാക്കളുടെയും ആർദ്ര സ്നേഹത്തിൻ്റെ ആകെ തുകയേക്കാൾ അധികമാണ് അവൾക്കെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ പറഞ്ഞില്ലേ, അമ്മമാരെ ഉപേക്ഷിച്ചാൽ പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം. കാരണം പറയുന്നില്ലേ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 17-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അമ്മയെ സ്നേഹിക്കുന്നവർ നമുക്ക് അനേക കാരണങ്ങളുണ്ട്. നമുക്കൊന്ന് സ്വരമേർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എന്താണ് ഈ ഒരു വചനം നമുക്ക് നൽകുന്ന ഉറപ്പ്? എന്താണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ മക്കൾക്ക്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക്, ഇന്ന് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. നമ്മുടെ രോഗികളെയും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരൊക്കെ ഓർത്തു. ഇന്ന് എല്ലാ രീതിയിലും തിരസ്കരിക്കപ്പെട്ടവർ, ഒരുപാട് ശുശ്രൂഷാ തലങ്ങളിൽ പണ്ട് വലിയ ശക്തമായി നിന്നിരുന്നവർ, കുടുംബങ്ങളിൽ എല്ലാ രീതിയിലും ബഹുമാനിക്കപ്പെടേണ്ടവർ, അത് അപ്പനാകാം, അമ്മയാ, ഞാൻ പറഞ്ഞതുപോലെ ആരുമായിക്കോട്ടെ, എല്ലാ രീതിയിലും ഒരു അംഗീകാരവും സ്ഥാനവും ഒക്കെ ലഭിക്കേണ്ടവർ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഒരുപക്ഷെ ചെയ്ത എന്തെങ്കിലും വന്നുപോയ തെറ്റിൻ്റെ പേരിലായിരിക്കാം. ജീവിതകാലത്ത് ഈ അഭയനഗരങ്ങളിൽ എന്താണ് പറയുന്നത്? അതായത് ചിലപ്പോൾ കുറ്റക്കാരായിരിക്കാം. ഇവരേതെങ്കിലും നഗരത്തിലേക്ക് ഓടി കവാടത്തിൽ നിന്ന് അവിടുത്തെ ശ്രേഷ്ഠന്മാരോട് തൻ്റെ കാര്യം വിവരിച്ചു പറയും. അപ്പോൾ അവർ അവന് വസിക്കാൻ പട്ടണത്തിലൊരു സ്ഥലം നൽകട്ടെ, അവൻ അവരോടുകൂടെ വസിക്കട്ടെ. അബദ്ധവശാൽ കൊലപാതകം ചെയ്തു പോയവൻ, ഇപ്പം നിർത്തുകയെ, തെറ്റിദ്ധരിക്കപ്പെട്ടവർ, ഒരിക്കലെങ്കിലും പാപത്തിൽ വീണവർ, അവരെയൊക്കെ തള്ളിക്കളയാൻ എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മ മാതാവ് നമ്മൾ ഓർക്കണം, ഈ അമ്മ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ, ഇങ്ങനെ അബദ്ധവശാലോ തെറ്റിദ്ധരിക്കപ്പെട്ടവരോ ഒരിക്കലെങ്കിലും പാപത്തിൽ വീണിട്ട് ഇനി എല്ലാ രീതിയിലും അപമാനിക്കപ്പെട്ടവർ, ഈശോ അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. എൻ്റെ അമ്മ ഒരു വലിയൊരു ആശ്രയമാണ്. അതായത് പുത്രൻ്റെ അനേകം ആർദ്ര സ്നേഹത്തിൻ്റെ ആകത്തുകയേക്കാൾ അധികമാണ് അവൾക്ക് അവരോടുള്ള ആർദ്രമായ സ്നേഹം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മാതാക്കൾക്കും മക്കളോടുള്ള സ്വാഭാവിക സ്നേഹം ഒരു ഓമന കുഞ്ഞു മാത്രമുള്ള മാതാവിൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കുക. തീർച്ചയായും അവൾക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹം അപരിമേയമായിരിക്കും. എന്നാൽ തൻ്റെ വത്സലസുതനോടുള്ള ആ അമ്മയുടെ സ്നേഹത്തേക്കാൾ എത്രയോ ആഴമേറിയതാണ് തൻ്റെ ഓരോ മക്കളോടും മറിയത്തിനുള്ള ആർദ്രമായ സ്നേഹം. പരിശുദ്ധ അമ്മയ്ക്ക് ലോകത്തിലുള്ള മറ്റമ്മമാരെക്കാളൊക്കെ അധികമായിട്ട്. കാരണം എന്താണ്? അവൾ ഈശോയുടെ അമ്മയാണ്. അവൾ ദൈവവചനത്തിന് ആമേൻ പറഞ്ഞവളാണ്. അവൾക്ക് കുരിശിൽ നിന്ന് സമ്മാനമായി കിട്ടിയതാണ്, പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ സമ്മാനമാണ് തൻ്റെ മക്കൾ. നമ്മൾ പറഞ്ഞില്ലേ, കുരിശിൽ നിന്ന് ഞാൻ ഈ സ്വരം കേട്ടു, അന്ത്യസമ്മാനമായി എനിക്ക് നൽകി ഈ പരിശുദ്ധ അമ്മയെ. അമ്മ എല്ലാവരുടെയും അമ്മയാണ്. പരിശുദ്ധ ദൈവമാതാവ് എല്ലാവരുടെയും മാതാവാണ്. അതുകൊണ്ട് ഉറപ്പുള്ള ഒരു അഭയ സങ്കേതമാണ്. നമുക്കറിയാം, ചില മനുഷ്യർ പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവർ, ഒരിക്കലെങ്കിലും പാപത്തിൽ വീണു, പക്ഷേ
പരസ്യമായി വിധിക്കപ്പെട്ടവർ, പരസ്യ വിചാരണയ്ക്ക് കീഴ്പ്പെട്ടു പോയവർ, കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപക്ഷെ പുറന്തള്ളപ്പെട്ടു, കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾ. പ്രിയപ്പെട്ടവർ, നമുക്ക് അവരെയൊക്കെ ചേർത്ത് നിർത്തണം. ഈശോ ആഗ്രഹിക്കുന്നത് അവരുടെയൊക്കെ ഒരു തിരിച്ചുവരവാണ്, മടങ്ങി വരിക. ഇസ്രായേലേ, നീ മടങ്ങി വരിക. നിൻ്റെ ആദ്യ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു. നീ വീണ്ടും നിൻ്റെ രക്തപങ്കിലമായ കൈകളൊന്ന് കഴുകിയാൽ, നിൻ്റെ പാദങ്ങളൊന്ന് വിശുദ്ധീകരിച്ചാൽ, നീ ഒന്ന് മടങ്ങി വന്നാൽ സ്വീകരിക്കാൻ. അതാണ് ഈ സങ്കേത നഗരം, അഭയനഗരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആരെങ്കിലും കൊല്ലാൻ ഇടയായി അബദ്ധവശാൽ അവൻ അഭയം നേടാൻ വേണ്ടിയാണിത്. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നതിൽ രക്ഷപ്പെടാനുള്ള സങ്കേതമായിരിക്കും അവ. കുറ്റക്കാരൻ ഇവയിൽ എന്തെങ്കിലും നഗരത്തിലേക്ക് ഓടി കവാടത്തിൽ നിന്ന് അവിടുത്തെ ശ്രേഷ്ഠന്മാരോട് തൻ്റെ കാര്യം വിവരിച്ചു പറയണം. മുൻ ശത്രുതയില്ലാതെ അബദ്ധവശത്താലാണല്ലോ വാദം നടത്തിയത്. അപ്പോൾ അതായത് ഈവൻ ഈ പട്ടണത്തിൽ തന്നെ വസിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവം അവനെ പരിപാലിക്കട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പല സ്ഥലത്തുള്ള വിശുദ്ധർക്ക് വെളിപ്പെടുത്തപ്പെട്ട ഒരു വലിയ രഹസ്യമാണിത്. അമ്മയൊരു അഭയ സങ്കേതമാണിത്. പ്രിയപ്പെട്ടവരെ, ഞാനും സ്നേഹത്തോടെ നിങ്ങളോട് പറയുക, നമുക്ക് തള്ളിക്കളയാനും കുറ്റപ്പെടുത്താനും ഒഴിവാക്കാനും നിഷ്കരുണം പുറത്താക്കാനും നമുക്ക് എളുപ്പമാണ്. പക്ഷെ ചേർത്ത് നിർത്താനായിട്ട് ഒരഭയം കൊടുക്കാൻ ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന കർത്താവിൻ്റെ ഒരു സ്വരമല്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല. എബ്രാഹിം, നീ എൻ്റെ പൊന്നോമന പുത്രൻ, നിന്നോടുള്ള എൻ്റെ സ്നേഹം അചഞ്ചലമാണ്, നീ എൻ്റെ പൊന്നോമന കുട്ടനല്ലേ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇപ്പം ഓർത്ത് നോക്കിയേ, ഈ മക്കൾ നശിക്കാതിരിക്കാൻ വേണ്ടി സ്വർഗം പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് മറ്റുള്ള ഈ ലോകത്തിലുള്ള മാതാക്കളെക്കാൾ കൂടുതലാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്നേഹം. കാരണം അതിനെക്കുറിച്ച് 4 കാരണങ്ങൾ എന്നാണ് വിശുദ്ധ മോൺഫോർട്ട് പറയുന്നത്. ഒന്ന്, അവൾ അവരുടെ യഥാർത്ഥ മാതാവാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, എന്നിൽ ആശ്രയിക്കുന്നവർ എന്നിൽ അഭയം തേടുന്നു. പാപികളുടെ സങ്കേതമേ, അല്ലെങ്കിൽ നമ്മളുടെ രോഗികളുടെ ആശ്രയമേ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്, അല്ലെ, ദുഃഖിതരുടെ ആശ്വാസമേ, വ്യാകുലങ്ങളുടെ അല്ലെങ്കിൽ വ്യാകുലന്മാരുടെ ആശ്വാസമേ. പരിശുദ്ധ അമ്മ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയാണ്, അവൾ യഥാർത്ഥ മാതാവാണ്, സഭയുടെ അമ്മയാണ്, രക്ഷകൻ്റെ അമ്മയാണ്, ദൈവമക്കളുടെ എല്ലാം അമ്മയാണ് അവൾ. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് തൻ്റെ ഉദരഫലമായ ശിശുവിനെ ഒരു മാതാവിന് സ്നേഹിക്കാതിരിക്കാൻ കഴിയുമോ? അവർ തങ്ങളുടെ പ്രിയ മാതാവായ മറിയത്തെ കാര്യക്ഷമമായി സ്നേഹിക്കുന്നുണ്ട്. ആകയാൽ അവൾ കൃതജ്ഞതാപൂർവ്വം അവരോട് പ്രതിസ്നേഹം കാണിക്കുന്നു. അപ്പം നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ അമ്മയെ ഒരുപാട് സ്നേഹിക്കാം. ഈ ജപമാല രാജ്ഞിയെ, ഈശോയുടെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് അമ്മയെ സ്നേഹിക്കാം. ഈ മരിയ ഭക്തി വളരും തോറും എന്താ ഈശോയിലേക്ക് എത്തിച്ചേരുന്നത്. ഈ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, അമ്മ പുത്രനിലേക്ക് നയിച്ചോട്ട് അവൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പനകൾ പാലിക്കാൻ, പുത്രനെ സ്നേഹിക്കാൻ, പുത്രൻ്റെ കൽപ്പനകൾ പാലിക്കാൻ ഈ അമ്മ നമ്മളെ പഠിപ്പിക്കും. അതാണ് ഈ വിശുദ്ധര് എങ്ങനെയാണ് മരിയ ഭക്തിയിലൂടെ അവർ വിശുദ്ധരായി തീർന്നു പറഞ്ഞാൽ, ഈ മരിയ ഭക്തിയിൽ അങ്ങനെ നിൽക്കുമല്ല അവർ. ഈ മാതാവിനെ യഥാർത്ഥ മാതാവായി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന സമ്മാനമാണെന്ന് സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു? അവർ ഈശോയിലേക്ക് പടിപടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കും. ഈ അമ്മയുടെ സ്കൂളിൽ, ഞാൻ പറയല്ലേ, മരിയോളജി എന്ന് പറഞ്ഞ മാതാവിൻ്റെ സ്കൂളിൽ, അതായത് സ്കൂൾ ഓഫ് മേരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്താണ്, മറിയത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ എന്താണ്, അത് ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനത്തിലാണ്. മോൺഫോർട്ടിൻ്റെ തന്നെ നമുക്കറിയാം വിമല ഹൃദയ പ്രതിഷ്ഠ. അപ്പം അതിൻ്റെ ഒരു 3-4 ഘട്ടങ്ങളുണ്ട്. നടത്തിയവർക്ക് എന്തറിയാം. ആദ്യം എന്താണ്, ലോകാരൂപിയോടുള്ള ഒരു ഉപേക്ഷിക്കില്ല, ലോകത്തോടുള്ള മമത ഉപേക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താ, അവനവനെക്കുറിച്ച് തന്നെ അറിയുന്നു. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, 1-ാമത്തെ ആഴ്ച 12 ദിവസം പ്രാർത്ഥിക്കുന്നു. അടുത്ത 1-ാമത്തെ ആഴ്ച സ്വയം ആത്മജ്ഞാനം നേടുന്നു. നമ്മളെന്താണ്, നമ്മുടെ നികൃഷ്ടാവസ്ഥ, നമ്മുടെ ബലഹീനതകൾ, കുറവുകൾ എല്ലാം അറിയുന്നു. 2-ാമത്തെ ആഴ്ചയിലേക്ക് എന്താ പ്രവേശിക്കുന്നത്? മറിയത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ഈ 2-ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് 7 ദിവസങ്ങൾ മറിയത്തെക്കുറിച്ചുള്ള ജ്ഞാനം. മറിയത്തെക്കുറിച്ചുള്ള ജ്ഞാനം കഴിഞ്ഞാൽ അടുത്തത് ഒരുക്കിയിരിക്കുന്ന എന്താ, വിമല ഹൃദയ പ്രതിഷ്ഠയിൽ എല്ലാ പരിശുദ്ധ പിതാക്കന്മാരും. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുപാട് മാർപ്പാപ്പമാർ ആഹ്വാനം ചെയ്തത്. ഫാത്തിമ രഹസ്യത്തിൽ തന്നെയുള്ള വലിയ സന്ദേശമാണ് എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ചില രാജ്യങ്ങളുടെ പ്രത്യേകമായ
ക്രിസ്തീയ ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കും. അപ്പോൾ അതിന് 3-ാമത്തെ ആഴ്ചയിൽ 4-ാം ഘട്ടം എന്ന് പറയുന്നത് ഈശോയെക്കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ അമ്മയെ സ്നേഹിക്കും തോറും അത് പുത്രനെ സ്നേഹിക്കാനായിട്ട് വരും. എങ്ങനെയാണ് പുത്രനെ സ്നേഹിക്കുന്നത്? എന്താ? അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്, കർത്താവിൽ അഭയം തേടിക്കൊണ്ട് ഈശോയിലേക്ക് കടന്നു വരാൻ ഈ പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് വലിയ ഒരു ഉറപ്പുള്ള സങ്കേതം, ഒരു അഭയ നഗരമായി തീരുകയാണ്. ഇത് പറയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാകിയാൽ അവരെ ദൈവം സ്നേഹിക്കുന്നു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്ന് പറയുമ്പോൾ തന്നിമിത്തം അവളും അവരെ സ്നേഹിക്കുന്നു. ഇപ്പം ഈ അമ്മ മാതാവ് നമ്മൾ പറയുന്നില്ലേ, റെബേക്കായുടെ കാര്യം പറയാം, മറിയത്തിൻ്റെ ഒരു പ്രതിരൂപം മാത്രമായിരുന്നു. തൻ്റെ ഓമന മക്കൾക്ക് സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ സമ്പാദിച്ചു കൊടുക്കാൻ ഈ മാതാവ് എത്രയോ ഉത്സുകയാണെന്ന് എന്ന് പറഞ്ഞാൽ ഈ സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ അവർ തെറ്റായിരിക്കാൻ ചെയ്തത്. നമ്മൾ പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ മക്കളായ അല്ലെങ്കിൽ ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കാര്യങ്ങൾ, ഇസഹാക്കിൻ്റെ മക്കളും ഏസാവിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും നമ്മൾ കാണുമ്പോൾ സംഭവം എന്താ കാണുന്നത്? ഈ അമ്മ റെബേക്കയാണ് യാക്കോബിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത്, പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി. പഴയ റെബേക്കയുടെ പ്രതിരൂപം എന്ന് പറയുമ്പോൾ ഈ അമ്മ മാതാവ് തൻ്റെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ, അവരെ എത്രമാത്രം തിരസ്കരിക്കപ്പെടേണ്ട അവസ്ഥ വന്നാലും ഈ അമ്മ ചേർത്ത് നിർത്തുന്നു. ഏറ്റവും ഉറപ്പുള്ള ഒരഭയം, അഭയ സങ്കേതം, സങ്കേത നഗരം എന്ന് തന്നെ, ദൈവനഗരം എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയെ വിളിക്കാം ഈ ജപമാലയിൽ. കാരണം ഒറ്റ കാര്യങ്ങൾ അമ്മ പറയുന്നുള്ളൂ, നിങ്ങൾ എൻ്റെ സുധനായ ഈശോയെ സ്നേഹിക്കുക, അവൻ പറയുന്നത് ചെയ്യുക, അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മക്കളെ, എളിമയോടെ ഞാൻ ഈ പറയുന്നത് സ്വീകരിച്ചാൽ നിങ്ങളെൻ്റെ സുധരായിത്തീരും, നിങ്ങളെൻ്റെ മക്കളായിത്തീരും. നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയുടെ സ്നേഹത്തിൽ ഈ അമ്മയുടെ തങ്ങളെ പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു എന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 24:12 പറയുന്നുണ്ട്. കാരണം കർത്താവിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. അതിൽ വേരുറയ്ക്കാൻ പ്രഭാഷകൻ 24:12 പറയുന്ന പോലെ കർത്താവിൻ്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു നിന്നു. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ, ദൈവികാന്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടിൽ നിൽക്കുക, അല്ലാത്തവർ ഈ ആരാധനയിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഈ ആരാധനയിൽ ആത്മന, ശരീരത്തോടെയും മനസ്സോടെയും ആത്മാവോടും കൂടി പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമുക്കൊന്നൊരു സൽക്രിയ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 3 എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി. കാരണം പരിശുദ്ധ അമ്മയോടുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് എത്രയും ദയുള്ള മാതാവേ. ദൂരത്തിൽ വിശുദ്ധ ഭരണദാതയ്ക്ക് കർത്താവ് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥന ചൊല്ലിയിട്ട് തിരസ്കരിക്കപ്പെട്ടവർ, എല്ലാ രീതിയിലും അപമാനിക്കപ്പെട്ടവർ, ഒരുപക്ഷെ തെറ്റ് ചെയ്ത ശേഷം ഇനി സമൂഹത്തിലേക്ക് വരാൻ പറ്റാത്തവർ, കുടുംബത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ, വിലയില്ലാത്തവർ, ഒറ്റപ്പെട്ടു പോയവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു സൽക്രിയയായി 3 എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പീഡിതരുടെ ആശ്വാസമേ, സുഹൃദൈവമായി നമുക്ക് ചെല്ലാം. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയെ സ്നേഹത്തോടെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. ലോകമോഹങ്ങളെ ഈ ലോക സൗഭാഗ്യത്തെ
എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ആരാധനയ്ക്ക് യോഗ്യനായവനെ, ഞങ്ങളൊന്നു ചേർന്ന് അവിടുത്തേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും നന്ദിയും സ്നേഹവും എല്ലാം അർപ്പിക്കുന്നു. അവിടുത്തെ ഹൃദയം സ്നേഹമുള്ളതും ഉദാരവുമാണ്. തൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, അവിടുത്തെ സുഹൃത്തുക്കളോട് കർത്താവിനോടുള്ള സ്നേഹം, അവിടുത്തെ സ്നേഹത്തിൽ ശരണപ്പെടുന്നവരോട് കർത്താവിൻ്റെ നന്മയിൽ പ്രത്യാശയർപ്പിച്ചും തൻ്റെ തിരുഹൃദയത്തിൻ്റെ നിക്ഷേപാലയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചും വരുന്ന കർത്താവിനെ സമീപിക്കുന്ന എല്ലാവരോടും അവിടുന്ന് ഉദാരവാനാണ്. തന്നെ സമീപിക്കുന്നവർക്ക്, തൻ്റെ പക്കൽ അണയുന്നവർക്ക് അവിടുന്ന് എല്ലാം ഉദാരമായി നൽകുന്നു. ഈശോയെ, ഞങ്ങൾ ഈ ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിൽ ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയവൻ, അന്വേഷിക്കുന്നത് കണ്ടെത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയവൻ, മുട്ടുന്നവന് തുറന്നു കിട്ടും എന്ന് ഞങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞു തന്ന ഈശോ, അവിടുന്ന് പറയുക, എൻ്റെ നന്മയിൽ എന്നിൽ ശരണം വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോടുള്ള എൻ്റെ സ്നേഹം, എൻ്റെ നന്മയിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് എൻ്റെ തിരുഹൃദയത്തോട്, എൻ്റെ ദിവ്യകാരുണ്യത്തോട് ചോദിക്കുന്നവന് ഞാൻ ഉദാരമായി നൽകുമെന്ന്. ഈശോയെ, ഞങ്ങളിന്ന് ഒരുപാട് നന്മകൾ വർഷിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ജപമാല രാജ്ഞി എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപാട് അപേക്ഷകളുണ്ട്. ഈശോയെ, ഒരുപാട് നിയോഗങ്ങൾ അവർ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മക്കളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാത്ത ഈശോയെ, മക്കൾ എന്തു ചോദിച്ചാലും അവർക്ക് നല്ല ദാനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവായ ഈശോയെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നിരവധി ധ്യാനങ്ങൾ കൊണ്ട്, കൃപകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, നിയോഗങ്ങൾ എല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ആരാധനയുടെ സമയത്ത് അങ്ങയിലല്ലാതെ ഞങ്ങൾ എവിടെയാണ് ആശ്രയിക്കുക? അവിടുന്നല്ലാതെ മറ്റെവിടെയാണ് ഞങ്ങൾ ഓടി ഒളിക്കുക? അവിടുത്തെ പക്കലല്ലാതെ മറ്റെവിടെയാണ് ഞങ്ങൾക്കൊരു സങ്കേതമുള്ളത്? അവിടത്തേക്കല്ലാതെ ഞങ്ങൾ ആരെയാണ് ശരണപ്പെടുക? ഓ കർത്താവേ, ഞങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് ആഗ്രഹത്തോടെ അവിടുത്തെ കരുണയിൽ ശരണപ്പെടുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നു
അപ്പാ അങ്ങേ പിരിയില്ല എൻ യേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ഈശോയിലേക്ക് നോക്കി ആ മാർവിൽ ഈ ഗാനത്തിന്റെ ഈരടികള് ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ട് കർത്താവിലേക്ക് ശരണം വെച്ചുകൊണ്ട് എൻ യേശുവേ അങ്ങേക്കാ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഒരു തീരുമാനം പോലെ പാടി പ്രാർത്ഥിക്കാം. അങ്ങേക്കാ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. തേനിലും മധുരമാ, തേനിലും മധുരമാ എൻ്റെ ഈശോ മാധുര്യവാൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ എൻ്റെ ഈശോ മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ ഈശോ തൻ സ്നേഹത്തെ, എൻ്റെ ഈശോ മാധുര്യവാൻ. ആരാധന കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി, ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് ആരാധന 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 ആരാധന. എൻ സ്നേഹമേ, എൻ പ്രാണനേ ആരാധന ആരാധന. ഓ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ ഇന്ന് അവിടുത്തെ അമ്മയെക്കുറിച്ചും അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കള് ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുപാട് അഭയസങ്കേതങ്ങൾ, ഒരുപാട് സങ്കേത നഗരങ്ങൾ, ഞങ്ങളൊക്കെ നാശത്തിൻ്റെ പടുകുഴിയിൽ വീണ് ഒരുപക്ഷെ തകർന്നു പോകാൻ സാധ്യതയുള്ളപ്പോഴും സുരക്ഷിതമായി ഒളിക്കുവാൻ, സുരക്ഷിതമായി വസിക്കുവാൻ അവിടുന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ ഈശോയെ. അതിലൊന്നാണല്ലോ ബലിപീഠത്തിൻ്റെ അരികിൽ കൂട് ചമയ്ക്കുന്ന കുരുകിൽ പക്ഷികൾ, മീവൽ പക്ഷികൾ. ഒരുപക്ഷെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് തകർന്നു പോകുന്ന അനേകം മക്കള് ബലം പ്രാപിച്ചത് ഈ ബലിപീഠത്തിൽ വന്ന് അവരെ തന്നെ സമർപ്പിച്ചത് വഴിയായിട്ടാണല്ലോ. കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി തൻ്റെ കൂടും ബലിപീഠത്തിൻ്റെ അരികിൽ കണ്ടെത്തിയല്ലോ. കർത്താവേ, അവിടുന്ന് ഒരുപാട് മക്കൾക്ക് അഭയമായി തീർന്നത് ഈ പരിശുദ്ധ കുർബാനയിലാണ്. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ദേവാലയങ്ങളിലാണ്, പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന അൾത്താരകളിലാണ് അവിടുന്ന് അവിടുത്തെ മക്കൾക്ക് സങ്കേതം നൽകുന്നത്. ഈശോയെ ഞങ്ങൾ ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതുമെല്ലാം ഈശോ ഒരുക്കുന്ന വലിയൊരു സങ്കേതമാണ് അവിടുത്തെ പരിശുദ്ധ ദൈവമാതാവ്. ഈ അമ്മയുടെ കന്യകാ ഉദരത്തിലേക്ക്, അമ്മയുടെ വാത്സല്യ സ്നേഹത്തിലേക്ക് കടന്നു വരുന്ന മക്കളെ അമ്മ തൻ്റെ പ്രിയപ്പെട്ട മക്കളായി ഈ ഉദരത്തിലൂടെ വാർത്തെടുക്കുകയാണ് ഇന്നും. എൻ്റെ ഈശോയെ, നീ ആരാധനയിൽ ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ദൈവവചനത്തിൽ കേട്ടതുപോലെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യർ, പാപത്തിൽ വീണിട്ട് തിരിച്ച് സമൂഹത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ,
എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവര്, പിന്നീട് മാപ്പ് നൽകുകയോ അവരുടെ പാപങ്ങളോ കുറവുകളോ അംഗീകരിക്കാതെ മൂലം കടുത്ത നിരാശയിൽ കഴിയുന്നവര്, ചെയ്തുപോയ തെറ്റിനെക്കുറിച്ചോർത്ത്, വീണുപോയ അവസരങ്ങളെക്കുറിച്ചോർത്ത് വിലപിച്ചും സ്വന്തം ജീവിതങ്ങളെ ശപിച്ചും വലിയ കടുത്ത നിരാശയിലേക്ക്, മാനസിക വ്യഥകളിലേക്ക് നീങ്ങിയ അനേകം വ്യക്തികൾ, തെറ്റിദ്ധാരണ മൂലം സമൂഹത്തിൽ നിന്ന്, ആയിരുന്ന ശുശ്രൂഷകളിൽ നിന്ന്, ദൈവരാജ്യ വേലയിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകന്ന് എല്ലാവരാലും വെറുക്കപ്പെട്ട് കഴിയുന്നവര്, ഈശോയേ, അവർക്ക് അഭയം തേടാൻ ഈ ലോകത്തിൽ മറ്റൊരു സ്ഥലമില്ലല്ലോ. അങ്ങയിലല്ലാതെ എവിടെയാണ് അവർ ശരണം വയ്ക്കുക? അവിടുത്തെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമല്ലാതെ, ഈ അഭയസങ്കേതമല്ലാതെ മറ്റൊരു സ്ഥലം എവിടെയാണുള്ളത്? അങ്ങ് ഇസ്രായേൽക്കാരോട് പോലും ലേവ്യരുടെ ഗോത്രങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോഴും, തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പട്ടണങ്ങൾ വിഭജിച്ചു കൊടുക്കുമ്പോഴും അവിടുന്ന് പറയുന്നില്ലേ, ഓരോ സ്ഥലത്തും നിങ്ങൾ അഭയസങ്കേതങ്ങൾ, നഗരങ്ങൾ പണിയണം, അപ്രകാരമുള്ള പട്ടണങ്ങൾ വേർതിരിച്ചിടണം. കാരണം എൻ്റെ മക്കൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടവരുണ്ടാകാം, തൻ്റേതല്ലാത്ത കാരണത്താൽ കൊലപാതകം വരെ ചെയ്തു പോയ വ്യക്തികളുണ്ടാകാം. പഴയ നിയമ കാലഘട്ടത്തിൽ പോലും അവിടുന്ന് അവരോട് കരുണ കാണിക്കുന്നൊരു ദൈവം. തെറ്റിലകപ്പെട്ട് പ്രധാന പുരോഹിതന്മാരുടെ പക്കലും ജനപ്രമാണികളുടെ പക്കലും വന്ന് മാപ്പ് ചോദിച്ച് അഭയം ചോദിക്കുന്നവന് നിങ്ങൾ അഭയ സങ്കേതങ്ങൾ ഒരുക്കണമെന്ന് പറയുന്നുണ്ട്. കർത്താവേ, അവിടുത്തെ കരുണ എത്ര അനന്തമാ! അവിടുത്തെ കാരുണ്യം, പാപികളോടൊഴുകുന്ന കാരുണ്യം എത്രയോ അനന്തമാ! ഈ ആരാധനയുടെ സമയങ്ങളിൽ പാപത്തിലും ബലഹീനതകളിലും തകർച്ചകളിലും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്ത മക്കളെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അവിടുത്തെ അനന്തമായ കരുണ ഒഴുകട്ടെ. അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്താലും തിരുജലത്താലും കർത്താവേ, അങ്ങനെയുള്ള മക്കളെ കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് അഭയ സങ്കേതമായി അവിടുന്ന് മാറണമേ. ഈ ബലിപീഠത്തിൻ്റെ അരികിൽ കൂട് ചമയ്ക്കുവാനും പരിശുദ്ധ കുർബാനയോട് ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കുവാനും, കാരണം അവിടുന്ന് തിരസ്കരിക്കപ്പെട്ടതുപോലെ, അവിടുന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടതുപോലെ, അവിടുന്ന് പുറന്തള്ളപ്പെട്ടതുപോലെ, ഈശോയെ അവിടുന്ന് ഒറ്റയാക്കപ്പെട്ടതുപോലെ ഈ ലോകത്തിൽ മറ്റൊരാൾ പോലും ഇത്രമാത്രം വേദന അനുഭവിച്ചിട്ടില്ല. സ്നേഹിതരെന്ന് കരുതിയവരും കൂടെ നിന്ന് ശിഷ്യന്മാരും, തനിക്ക് വേണ്ടി ഓശാന പാടി എതിരേറ്റവരും, ഒലിവിൻ ചില്ലകൾ വീശിയവരും, തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ച് രാജാവിനെ പോലെ സ്വീകരിച്ചവർ പോലും നിന്നെ തള്ളിപ്പറഞ്ഞല്ലോ. നിന്നെ ക്രൂശിക്കാനും വലിയൊരു കുറ്റവാളിയെ വിട്ടുതരാനും നിലവിളിച്ചത് ഈ ജനം തന്നെയാണല്ലോ. ആ പീലാത്തോസിന്റെ അരമനയിൽ നിശബ്ദനായി തലകുനിച്ച് ആ രാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ, ഈ ഭൗമികമായ രാജപദവിയുടെ മുമ്പിൽ, പ്രപഞ്ചത്തിൻ്റെ രാജാവായ നീ, ഞങ്ങളുടെ സൃഷ്ടാവായ നീ നിശബ്ദനായിരുന്നു കൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്ത് ഒറ്റപ്പെട്ട് കർത്താവെ അങ്ങ് കഴിഞ്ഞുകൂടിയല്ലോ. ലോകത്തിൽ തൻ്റേതല്ലാത്ത കാരണത്താൽ ദുരിതം അനുഭവിക്കുന്ന മക്കളെ, അപ്രകാരമുള്ള കുഞ്ഞുങ്ങളുണ്ട്. സ്കൂളുകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവർ, യുവതീ യുവാക്കളുണ്ട്. അവരുടെ യൗവനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ വന്ന ചില വീഴ്ചകളുടെ പേരിൽ, ഒരുപക്ഷെ മറ്റുള്ളവരുടെ വാശി വൈരാഗ്യങ്ങളുടെ പേരിൽ ഇന്ന് തകർക്കപ്പെട്ട അനേകം യുവത്വങ്ങളുണ്ടല്ലോ. തമ്പുരാനെ, കുടുംബ ജീവിതത്തിലായിരിക്കുന്നവർ, ഇന്ന് ഈ ആരാധനയിൽ ഞങ്ങൾ അപ്രകാരമുള്ള വ്യക്തികളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. തമ്പുരാനെ, അങ്ങനെയുള്ള കുടുംബജീവിതം നയിക്കുന്നവർ, സമർപ്പിത സഹോദരി സഹോദരന്മാർ, വൈദിക ജീവിതങ്ങൾ, മേലധികാരികൾ, ഭരണാധികാരികൾ, ഒരു കാലഘട്ടം മുഴുവൻ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് മറ്റുള്ളവരുടെ അസൂയ മൂലം, മറ്റുള്ളവരുടെ പ്രത്യേക ശത്രുത മൂലം ഇന്ന് വേദന അനുഭവിക്കുന്ന മക്കൾ, അവർക്കെല്ലാം കർത്താവേ നീ ഒരു ആശ്രയമായി മാറണമേ. അമ്മേ മാതാവേ, അവർക്കെല്ലാം അമ്മയൊരു അഭയ സങ്കേതമായി മാറണമേ.
അമ്മയുടെ വലിയ കരുണയോടെ രക്ഷയുടെ കാപ്പയിലേക്ക് അമ്മ അവരെ പൊതിഞ്ഞ് ചേർത്ത് പിടിക്കണമേ. കണ്ണുനീരണിയുന്ന ആ മക്കളുടെ കണ്ണുനീരൊപ്പണമേ. ഈശോയെ, ഈ അലച്ചിലുകൾ എണ്ണിയവൻ, കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ച അങ്ങ്, ഗ്രന്ഥത്തിൽ അതെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് വാഗ്ദാനം ചെയ്തപ്പെട്ട ആ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ പ്രാർത്ഥിക്കുകയാണ്. വേദനിക്കുന്ന മക്കളെ, തിരസ്കരിക്കപ്പെട്ട മക്കളെ, തെറ്റിദ്ധരിക്കപ്പെട്ട മക്കളെ, പാപത്തിൽ വീണുപോയിട്ട് സമൂഹത്തിലേക്ക് തിരിച്ചു വരാനാവാതെ കണ്ണുനീരോടെ ചെയ്ത പാപങ്ങളെ ഓർത്ത് വിലപിച്ചും ശപിച്ചും കഴിയുന്ന എല്ലാ മക്കളെയും ഈശോയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു കർത്താവേ. ദുരിതങ്ങൾ മാത്രമേ കരുണയായിരിക്കണേ കർത്താവേ. വലിയ അനന്തമായ സ്നേഹമൊഴുകട്ടെ. സമയത്ത് പ്രകാരം വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കാം നമുക്ക് ഈ സമയത്ത്. ഞാൻ ദൈവത്തെ പഴിച്ചു പോയി, എൻ ദുഃഖമെല്ലാം മാറ്റുന്നതെന്നാഥനാണെന്നറിയുന്നു ഞാൻ. എൻ ദുഃഖമെല്ലാം മാറ്റുന്നതെന്നാഥനാണെന്നറിയുന്നു ഞാൻ. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ആരാധന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമ്മുടെ സങ്കടങ്ങൾ, ഭാരങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ആരാധന ആരാധന ജീവിക്കും ദൈവമേ ആരാധന. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഇരുകരങ്ങളും ഉയർത്തി ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സ്തുതിച്ചു പ്രാർത്ഥിക്കുകയാണ്. വലിയ സങ്കടങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ. ഈ രാത്രിയിൽ വലിയ ഭാരങ്ങൾ ഈശോ എടുത്തു മാറ്റട്ടെ. വലിയ തിന്മയുടെ കെട്ടുകള്, പാപത്തിന്റെ, ശാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴട്ടെ. ഈ അഭയ സങ്കേതത്തിലേക്ക്, പരിശുദ്ധ അമ്മയാകുന്ന അഭയ സങ്കേതത്തിലേക്ക് നിങ്ങളുടെ ഭാരങ്ങൾ എടുത്തു കൊടുക്കാം. ഓടിയൊളിക്കാനായിട്ട് ഈശോ എന്ന വലിയൊരു ആശ്രയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൽ ശരണപ്പെടുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നവൻ ബലം പ്രാപിക്കും എന്ന വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തി സ്തുതിക്കുന്നു. കർത്താവേ, ഈ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ ദൈവമക്കളുടെ ഭാരങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ ഏറ്റെടുത്ത് ഈശോയെ ഈ സമയത്ത് വലിയ സൗഖ്യം നൽകണമേ, വലിയ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് എഴുന്നേറ്റ് നിന്ന് സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. അമ്മയോട് ചേർന്ന് സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. കരങ്ങൾ അടിച്ച് എല്ലാ ദൈവിക പുണ്യങ്ങളും വിശുദ്ധിയിൽ വളരാൻ
ഒരാൾ കന്യകാ മാതാവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണം. സുഹൃതങ്ങൾ നിറഞ്ഞിടാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലാണ് പ്രവേശിക്കേണ്ടത്. എല്ലാ പുണ്യങ്ങളും നിറയാനായിട്ട് അവൻ ഈശോയിലേക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ അമ്മയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ സുഹൃതങ്ങളും നിറയും. സുഗന്ധവാഹിനിയായ അമ്മ നിന്റെ ചീഞ്ഞളിഞ്ഞ ജീവിതം, അഴുകിയ ജീവിതം, നാണക്കെട്ടുപോയ ജീവിതം ഒരു വലിയ സുഗന്ധ അഭിഷേകത്തിലേക്ക്, വലിയ അനുഗ്രഹത്തിലേക്ക് നിറയ്ക്കും. വിശ്വസിച്ച് പാടി പ്രാർത്ഥിക്കാം നമുക്ക്. ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേരും ആത്മാവിൽ റൂഹാതൻ ധൂപം നിറയ്ക്കൂ. ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേരും ആത്മാവിൽ റൂഹാതൻ ധൂപം നിറയ്ക്കൂ. ഓഹോ, ആത്മാവിൽ റൂഹാതൻ ധൂപം നിറയ്ക്കൂ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ അമ്മ മാതാവേ, അനേകം സുഹൃതങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. കന്യകാ മാതാവിൻ്റെ ഉദരത്തിൽ ഈശോ അങ്ങ് വസിച്ചതുപോലെ ഞങ്ങളെയും അങ്ങ് ചേർത്ത് വെക്കണമേ. ഭൗതിക ശരീരത്തിലെ ഓരോ അംഗങ്ങളും ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് വളരാൻ, പരിശുദ്ധ അമ്മയോടൊപ്പം വീണ്ടും ജനിക്കാൻ ഈ സമയം അഭയസങ്കേതമായ അമ്മയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പാടി ആരാധിച്ച് പ്രാർത്ഥിക്കാം. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ഓഹോ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ഓഹോ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇരുകരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ യേശുവേ. സ്തുതിക്കുന്നു, ആരാധന ആരാധന ആരാധന, ആരാധന ആരാധന ആരാധന. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ഓഹോ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ദിവ്യകാരുണ്യനാഥൻ പറയുന്ന ഒരു വലിയ ചിന്ത ഇതാണ്. ഓരോ മക്കളെയും കുറിച്ചുള്ള എൻ്റെ പിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് അവരെ രൂപപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മൂശയാണ് എൻ്റെ അമ്മ. വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന വാക്കുകളാണിത്. വിശുദ്ധിയിൽ വളരാൻ ഒരാൾ കന്യകാമാതാവിൻ്റെ ഉദരത്തിൽ വീണ്ടും ജനിക്കണം, ഹൃദയത്തിൽ പ്രവേശിക്കണം, അവളുടെ കന്യകാ ഉദരത്തിൽ സ്വയം ഒളിച്ചു വസിക്കണം. അങ്ങനെയാണ് സുഗന്ധവാഹിനിയായ അമ്മയുടെ പ്രിയപ്പെട്ട മകൾകൾ സുഹൃതങ്ങളിൽ വളരുന്നത്. ജീവിത പരിപൂർണതയിലേക്ക് വളരാൻ ഈ അമ്മ മാതാവിൻ്റെ ഉറപ്പുള്ള അഭയസങ്കേതത്തിൽ പ്രവേശിക്കണം. പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടുകൊണ്ട് ഈശോയിലേക്ക് ചേർന്നിരിക്കുവാൻ, വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിച്ച് കർത്താവിൻ്റെ വലിയ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നൻ അപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നൻ അപ്പായേ കാണുന്നൻ അപ്പായേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.